ഹായ് ഫ്രണ്ട്സ്. എങ്ങനെ പോയാലും ഇന്ത്യക്ക് ഈ ഒരു വലിയൊരു ക്രൈസിസിൽ നിന്ന് നമുക്ക് ഇപ്പോഴേ അങ്ങ് മോചനം ലഭിക്കത്തില്ല. അതായത് ക്രൂഡ് ഓയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളുടെ 80% അല്ലെങ്കിൽ 80% മുകളിലുള്ള നമ്മളുടെ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പം 100 ലിറ്റർ, ഉദാഹരണമാണ്, 100 ലിറ്റർ ക്രൂഡ് ഓയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 80 ലിറ്ററിന് മുകളിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് കാലാകാലങ്ങളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. 80% മുകളിലെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മൃഗീയ ഭൂരിപക്ഷമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇത് ആഗോള വിപണിയിൽ നിന്നും, പ്രത്യേകിച്ച് നമുക്കറിയാം എണ്ണയുടെ മാർക്കറ്റ് മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE ഇതുപോലുള്ള രാജ്യങ്ങൾ, ഇറാന്, റഷ്യ, ഇപ്പോൾ അമേരിക്ക, വെനസ്യൂല ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ഓയിൽ സെല്ലേഴ്സ്, എണ്ണ വിൽക്കുന്ന രാജ്യങ്ങൾ, എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ. പിന്നെ ഏറെയും കുറഞ്ഞൊക്കെ മറ്റു പല രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും എണ്ണ വ്യാപാരം ചെയ്യുന്നുണ്ട്, ഇന്ത്യ വാങ്ങിക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ത്യ 10-40 രാജ്യങ്ങളിൽ നിന്നും ഈ എണ്ണ വാങ്ങിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നമ്മൾ മിഡിൽ ഈസ്റ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെയുള്ള ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്ലോബൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു രാജ്യത്തെ മാത്രം നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ റഷ്യയായിട്ട് നമുക്കറിയാം, റഷ്യയുടെ കാര്യത്തിൽ സാങ്ഷൻസ്, ഉപരോധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും അത് വലിയൊരു സമ്മർദ്ദമാണ്. റഷ്യക്ക് മേലാണ് ഉപരോധമെങ്കിൽ തന്നെയും റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഇന്ത്യക്ക് മുകളിലും ഒത്തിരി സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും, അമേരിക്കയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയ്ക്കും ഒക്കെ വൻ സ്വാധീനമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ ചിലപ്പോൾ നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, തീർച്ചയായിട്ടും. പക്ഷേ ആ സമ്മർദ്ദത്തെയൊക്കെ നമ്മൾ വകവയ്ക്കാതെ, കാരണം നമ്മളൊരു സ്വതന്ത്ര രാജ്യമാണ്, നമ്മുടെ സ്വതന്ത്ര പരമാധികാരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാപരമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ നമ്മുടെ രാജ്യ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം എടുക്കണം എന്ന ഒരു നിലപാട് ഉണ്ട്. നമ്മുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എണ്ണ ഏറ്റവും വില കുറച്ച് എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നിന്ന് വാങ്ങിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണ്യ ശേഖരം നമുക്ക് അത്രയ്ക്കില്ല. മനസ്സിലായല്ലോ? ഒരു രാജ്യത്തെ താല്പര്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ രാജ്യം തരുന്ന ഏത് വിലയും നമുക്ക് സ്വീകാര്യമല്ല. ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ എണ്ണ ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് അധികം എണ്ണ വാങ്ങിക്കുന്നത്. നാളെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് സൗദി അറേബ്യയിൽ നിന്നോ ഇറാഖിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നോ നമുക്ക് എണ്ണ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിനോട് മാത്രമേ നമ്മൾ എണ്ണയുടെ കാര്യത്തിൽ കൂറ് പുലർത്തത്തുള്ളൂ. അതാണ് ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായിരിക്കണമല്ലോ നയം, തീർച്ചയായിട്ടും. അല്ലാതെ നമുക്ക് ഒരു രാജ്യത്തിനോട് പ്രത്യേകിച്ച് താല്പര്യമോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോട് പ്രത്യേകിച്ച് കൂറ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണയുടെ ഡിമാൻഡ് വളരെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സപ്ലൈസ് ഇഷ്ടം പോലെ ഉണ്ട്, പഴയ പോലല്ല. എണ്ണ സപ്ലൈ ചെയ്യാൻ ഇഷ്ടം പോലെ രാജ്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ സപ്ലൈ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വില നാച്ചുറലി, സ്വാഭാവികമായിട്ടും വില കുറയേണ്ടതാണ്. പക്ഷേ അതിന് വിപരീതമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില കൊതിക്കുന്നു അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നു എന്നുള്ളതാണ് വാർത്തകൾ നമുക്കറിയാൻ പറ്റും. ഏകദേശം $70 ഒരു ബാരലിന് പിന്നിട്ടു എന്നുള്ള വാർത്തയുണ്ട്. അത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം എണ്ണയുടെ വില കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിദേശ നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ നിന്നും വൻതോതിൽ
ഇപ്പം $70 നിന്നും അല്ലെങ്കിൽ 65-68 ഡോളറിൽ നിന്നും $70 അല്ലെങ്കിൽ $75 ആകുക എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വിദേശ നാണ്യങ്ങൾ പുറത്തേക്ക് നമുക്ക് ഒഴുക്കേണ്ടി വരും. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരത്തിൽ വൻ ഇടിവുണ്ടാകുകയും അത് രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയെ കുറയ്ക്കുകയും അല്ലെങ്കിൽ അതിന് പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന അവസ്ഥയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നേരത്തെ നമ്മൾ 10-20 പരം രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ 10-40 പരം രാജ്യങ്ങളിൽ നമ്മൾ പല രീതിയിൽ പല അളവിൽ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്ക, കരീബിയൻ രാജ്യങ്ങളിൽ നിന്ന്. ലാറ്റിൻ അമേരിക്ക ആകുമ്പം ബ്രസീൽ, വെനിസ്യൂല, അർജന്റീന ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ്. കരീബിയൻ രാജ്യങ്ങൾ നമ്മൾ അവിടെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ അടുത്ത റീസെൻ്റായിട്ട് നമ്മൾ കരാറുകളൊക്കെ ഉണ്ടാക്കുക. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. കാരണം ഒരു രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ, അപ്പോൾ നാളെ നമുക്ക് റഷ്യയിൽ നിന്നും പൂർണ്ണമായിട്ടും എണ്ണ വാങ്ങിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ആവശ്യങ്ങളെ നമുക്ക് മീറ്റ് ചെയ്തേ വരത്തുള്ളൂ, അല്ലേ? ഇപ്പം റഷ്യയിൽ നിന്ന് എണ്ണ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ റഷ്യ എണ്ണ തരുന്നില്ല എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങളെ നമുക്ക് നിർത്തിവെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏതെല്ലാം ഇടങ്ങളിൽ നിന്ന് എണ്ണ ലഭിക്കാമോ ആ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ നമ്മൾ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് ഡിപ്ലോമാറ്റിക് റിലേഷൻസും അതുവഴി നമ്മൾ എനർജി ഡിപ്ലോമസി, എനർജി റിലേഷൻസും എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈവൻ റഷ്യയിൽ നിന്നോ നമുക്ക് എണ്ണ കൊണ്ടുവരുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ചെലവ് ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കരീബിയൻ രാജ്യങ്ങളിൽ നമുക്കുണ്ട്. കാരണം അത്രയും ദൂരമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം മിഡിൽ ഈസ്റ്റ് ഓക്കെയാണ്, മിഡിൽ ഈസ്റ്റ് നമുക്ക് വളരെ അടുത്താണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഒരുപക്ഷെ കുറച്ച് ചിലവിൽ നമുക്ക് എണ്ണ ഇന്ത്യയിൽ എത്തിക്കാൻ പറ്റുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നായിരിക്കാം. റഷ്യയിൽ നിന്നും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം റഷ്യ നമുക്ക് ഒത്തിരി ദൂരമൊന്നുമില്ല എന്നാൽ തന്നെയും. പക്ഷേ ലാറ്റിൻ അമേരിക്കയിൽ അതുപോലെ തന്നെ കരീബിയൻ രാജ്യങ്ങളിൽ നിന്നും ഈവൻ അമേരിക്കയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് എണ്ണ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ചിലവിൽ മാത്രമേ കോസ്റ്റ് കൂടുതലാണ് നമുക്ക്. അപ്പം ആഗോളതലത്തിൽ എണ്ണയുടെ ഡിമാൻഡ് കൂടിയിട്ടില്ല, പക്ഷേ സപ്ലൈ കൂടുതലാണ്. എന്നിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വിലക്കകത്തിൽ താഴോട്ടുള്ളൊരു പോക്കൊന്നുമില്ല, പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ വില മുകളിലോട്ട് പോകുന്നതായിട്ടാണ് ട്രെൻഡ് നടന്നത്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഉള്ള സംഘർഷം ഒരു കാരണമാകാതെ തന്നെ എണ്ണയുടെ വില കൂടുന്നതിൻ്റെ ഒരു എണ്ണയുടെ വില കൂടുന്നത് ഇതാദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സമീപകാലത്ത്. ബ്രന്റ് ക്രൂഡ് ഉൾപ്പെടെയുള്ളവയുടെ വില $70 പിന്നിട്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡിൻ്റെ വരവ് കുറഞ്ഞതും വില ഉയരാനുള്ള കാരണങ്ങളൊന്നാണ്. കാരണം അവരെ സംബന്ധിച്ച് എനർജിയുടെ ജിയോ പൊളിറ്റിക്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് റഷ്യ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയാണ് ശരിക്കും പറഞ്ഞത്. അപ്പം ഈ രാജ്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ചൊക്കെ തന്നെയാണ് ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നു കുറയുന്നൊക്കെ. അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ കഴിയുന്ന കാര്യമാണ്. അതിനുവേണ്ടിയാണ് അവർ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതും യുദ്ധങ്ങൾ നിർത്തുന്നതും. പല മേഖലകളിലും ഒരു കോൺഫ്ലിക്റ്റ് അത് സ്ഥിരമായിട്ട് നിലനിർത്തുന്നതൊക്കെ തന്നെ ഈ പറഞ്ഞ ഓയിൽ ആയിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട എനർജിയായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സിനെ കൺട്രോൾ ചെയ്യാനും സ്വാധീനിക്കാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യം റഷ്യ, ഇറാൻ, വെനിസ്വേല ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത്, ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ മുകളിലും ട്രംപിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻഷ്യൽ ടേം മുതൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം, ഭീഷണിയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആദ്യത്തെ ടേമിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ പ്രസിഡൻഷ്യൽ ടേമിൽ ട്രംപിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി ഇന്ത്യക്കെതിരെ വളരെ കടുത്ത നടപടികളും കർക്കശമായിട്ടുള്ള നയങ്ങളൊക്കെ തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, ട്രംപ് ഭരണകൂടം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ, ചൈന ഇതുപോലുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ വാങ്ങിക്കുന്നത്. അപ്പോൾ റഷ്യക്ക് മേലെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സാങ്ഷൻസ് വളരെയധികം ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ
കൊണ്ടുവരുന്ന കപ്പലുകൾക്ക് മുകളിൽ ഉപരോധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇൻഷുറൻസ് ഇതുപോലുള്ള കാര്യങ്ങൾ മേഖലകളിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു റഷ്യയിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് ക്രൂഡ് ഓയിൽ പുറത്തേക്ക് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ സമ്മർദ്ദത്തിന് ഈ ഉപരോധം എന്ന സമ്മർദ്ദത്തിനെ മറികടന്ന് മാത്രമേ നമുക്ക് അമേരിക്കയെ പിണക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ നമുക്കെതിരെ മറ്റു പല ടാരിഫും അല്ലെങ്കിൽ വ്യാപാര ചുങ്കങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടാരിഫ് വാറിൽ ഏർപ്പെടുത്തും. അതൊരു കാരണമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഉപരിപ്ലവമായിട്ട് നമ്മൾ നോക്കുമ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതാണ്. അല്പം കൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക മുമ്പോട്ടുള്ള ഇന്ന് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വളർച്ചയുള്ള സാമ്പത്തിക സമ്പദ് വ്യവസ്ഥ ഇന്ത്യക്കാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സാമ്പത്തികമായിട്ട് വളരുന്നതിൽ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതിനൊരു വിഘാതം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ മാത്രമല്ല, ചൈന വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ചൈനയ്ക്കെതിരെ അത്ര കടുപ്പിച്ചുള്ള നയങ്ങളൊന്നും ഇപ്പോൾ ട്രംപിൻ്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്നില്ല. ഈവൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ തന്നെ റഷ്യയിൽ നിന്നും പല തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ പഴയ പോലെ നമുക്ക് സുഗമമായിട്ടുള്ളൊരു വ്യാപാരം നടത്താൻ നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ടെങ്കിലും യുക്രൈൻ റഷ്യയിൽ ഇപ്പം നമുക്കറിയാം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇതുപോലുള്ള തന്ത്രപരമായിട്ടുള്ള മേഖലകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ യുക്രൈൻ തിരിച്ച് റഷ്യയെ ആക്രമിക്കുമ്പോൾ റഷ്യയിലെ ഇതുപോലുള്ള റിഫൈനറികൾക്ക് നേരെ അല്ലെങ്കിൽ ഓയിൽ റിഗ്സ്, ഓയിൽ വെൽസ്, എണ്ണ പാടങ്ങൾക്കൊക്കെ നേരെ അയക്കുക അവർ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന എണ്ണയുടെ ലഭ്യതയ്ക്ക് കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോഴുള്ള 70-നേക്കാളിലൊക്കെ 80-കളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, $80 എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കും. കാരണം നമ്മൾ പറഞ്ഞത് നമുക്ക് കൂടുതൽ വിദേശ നാണ്യങ്ങൾ കൊടുത്തതിന് മാത്രമേ അത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എണ്ണയുടെ വില എപ്പോഴും കുറഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം. കാരണം അത് നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷനെ, പണപ്പെരുപ്പത്തിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില, നമ്മൾ വാങ്ങിക്കുന്ന വില വളരെയധികം പോയി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കായിട്ട് ആഭ്യന്തരമായിട്ട് ഇതിൻ്റെയൊക്കെ വില കൂട്ടേണ്ടി വരും. അത് ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഇല്ലേ? രാജ്യത്ത് നമ്മളുള്ള ആഭ്യന്തര വിപണിയിൽ സാധന സാമഗ്രികളിലൊക്കെ വില കൂടും. ഇത് മൊത്തത്തിലുള്ള വില വർധനവിലേക്ക് നയിക്കുകയും ഇൻഫ്ലേഷൻ ഉണ്ടാക്കുകയും ചെയ്യും രാജ്യത്ത് വന്നാൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എപ്പോഴും ഒരു ബെയർ മിനിമം പറഞ്ഞാൽ നമുക്കൊരു മിനിമം പ്രൈസ്, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നിലനിൽക്കുന്നതായിരിക്കും ഇന്ത്യക്ക് നൽകുന്നത്. പക്ഷേ അതിന് സ്റ്റേബിളായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ലാറ്റിൻ അമേരിക്കൻ അതുപോലെ തന്നെ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ എണ്ണ മേടിക്കാൻ ആ രാജ്യങ്ങളായിട്ടൊക്കെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ അവിടുന്ന് ഇത്രയും ദൂരത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ചിലവേറിയ ഒരു കോസ്റ്റ്ലി അഫെയറാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ $80 മുകളിലേക്ക് എണ്ണയുടെ വില പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എണ്ണ ഇറക്കുമതി ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ചിലവുള്ളൊരു കാര്യമായിട്ട് മാറും. അത് പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് സമ്പദ് വ്യവസ്ഥയിലൊക്കെ ഉണ്ടാക്കും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ലോക വിപണിയുടെ വിഷയമാണ്. അതിനകത്ത് നമുക്ക് യാതൊരു സ്വാധീനമില്ല. കാരണം ഇത് യുദ്ധം നിലനിൽക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ പലയിടത്തും നിലനിൽക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും അമേരിക്ക പോലുള്ള വമ്പൻ രാജ്യങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ കഴിയുന്നതുകൊണ്ടും നിയന്ത്രിക്കാൻ കഴിയുന്നതുകൊണ്ടും ഒക്കെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഇങ്ങനെ റിസീവിങ് എൻഡിലായിട്ടുള്ളൊരു രാജ്യമാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ്, ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് നമ്മൾ പവർഫുൾ അല്ലാത്തതുകൊണ്ടും തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ
ക്രൂഡ് ഓയിലിൻ്റെ വിലയൊന്നും നമുക്ക് സ്വാധീനിക്കാൻ പറ്റത്തില്ല. അപ്പം ലോകത്ത് ലോക കമ്പോള വ്യവസ്ഥയുടെ ഏതാണോ വില അത് കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുവഴി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിലും വിപണിയിലും ഉണ്ടാകും. അതിനെ നമ്മൾ ഇവിടെ ഉള്ള ഗവൺമെൻറ്റിനും ഭരണകൂടങ്ങൾക്കും അതിനെ നിയന്ത്രിക്കാനോ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്രയും അതിനപ്പുറത്ത് ഇന്ത്യക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പം ഇത് ഈ റഷ്യയുടെ മേലുള്ള സമ്മർദ്ദം ട്രംപും അമേരിക്കയൊക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒക്ടോബർ പകുതിയോടെ എണ്ണയുടെ വില 80 മുകളിലേക്ക് എത്തിക്കുക, $80 മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ അമേരിക്കയുടെ. കാരണം അവർക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട വമ്പൻ എനർജി കോർപ്പറേഷൻസ് ഒക്കെ തന്നെ ഈ മേഖലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ട്രംപിനെ പോലുള്ളൊരു പ്രസിഡന്റിന് ഏറ്റവും വലിയ ഒരു താല്പര്യമാണ് പറ്റുന്നത്. അപ്പം ഇത് ലോക രാജ്യങ്ങളെ സംബന്ധിച്ച്, ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച്, എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച്, ഭൂരിപക്ഷം വരുന്ന എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പണ്ട് നമ്മളിൽ ഈ ഗൾഫിൽ 1970-കളിൽ പെട്രോളുകൾ വരുന്നതിന് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സമാനമായിട്ടുള്ള അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. കാരണം നമ്മൾ എപ്പോഴുള്ള രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ മേൽ ഇതുപോലുള്ള വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തി, സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിദേശ നാണ്യ ശേഖരം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും അത് വിഘാതം സൃഷ്ടിക്കും. അതിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ അമേരിക്ക ഉൾപ്പെടെയുള്ള വമ്പൻ രാജ്യങ്ങളുടെ, ശക്തമായിട്ടുള്ള രാജ്യങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ ഇന്ത്യയെപ്പോലുള്ള രാജ്യം ഇന്ന് നമ്മൾ ഇങ്ങനെ അത്യാവശ്യം പറയത്തക്ക ഒരു പവർഫുള്ളായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന രാജ്യത്തിന് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളുടെ വിജയം. ഇപ്പം എണ്ണയുടെ വില ആഗോള വിപണിയിൽ ഉയർന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില ഉയരും. അത് ഉയർത്തുവാൻ ഗവൺമെൻറ് നിർബന്ധിതരാണ്. അത് രാജ്യത്ത് ആകമാനം അവശ്യ സാധനങ്ങളുടെയും അതുപോലെ തന്നെ സേവനങ്ങളുടെയൊക്കെ തന്നെ വിലവർധനയ്ക്ക് കാരണമാകും. അത് നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പത്തിനും അതുപോലെ ജനങ്ങളുടെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പം ഇന്ത്യ വളരെ ക്ലെവറായിട്ട്, ബുദ്ധിപരമായിട്ട് 10-40 രാജ്യങ്ങളുമായിട്ട് എണ്ണ വാങ്ങുന്ന കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ ദൂരെ നിൽക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, കരീബിയൻ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടുന്നൊക്കെ നമുക്ക് എണ്ണ ലഭിക്കുമെങ്കിൽ തന്നെയും അവിടുന്ന് എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇത്രയും ഡിസ്റ്റൻസ്, ദൂരം ഉള്ളത് കൊണ്ട് നമുക്കത് വളരെ കോസ്റ്റ്ലി അഫെയറാണ്, വളരെ ചിലവേറിയ ഒരു കാര്യമാണ് ശരിക്കും പറയുന്നത്. റഷ്യയിൽ കിട്ടുന്ന പോലെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് മറ്റിടത്തൊന്നും നമുക്കിപ്പോൾ വില കുറച്ച് എണ്ണ ലഭിക്കുന്നില്ല. കാരണം റഷ്യ ഇപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് അറിയാമല്ലോ നമുക്ക്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാനുള്ള ഉൽപ്പന്നമായിട്ടുള്ള എണ്ണയും ഗ്യാസും ഒക്കെ തന്നെ വളരെ അവർക്ക് നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റേറ്റിൽ മാത്രമേ അവർക്ക് ഓഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ഈ ഡിസ്കൗണ്ടഡ് റേറ്റിൽ എണ്ണ ഓഫർ ചെയ്യുന്നതും ഇന്ത്യക്ക് അത് കൂടുതൽ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതെപ്പോഴും ഒരുപോലെ നിലനിൽക്കണമെന്നില്ല. ഒരുപക്ഷെ യുദ്ധം മാറിക്കഴിഞ്ഞാൽ റഷ്യക്ക് ഈ ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വീണ്ടും പഴയ പോലെ തന്നെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിലേക്ക് വരികയും അതിനനുസരിച്ച് അവർക്ക് എണ്ണയുടെ വില എന്താണ് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് വിൽക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ടഡ് റേറ്റിലുള്ള ആ ഒരു സാഹചര്യം അന്നേരം ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ റഷ്യയിൽ നിന്ന് ഇത്ര എണ്ണ വാങ്ങിക്കാൻ നമ്മൾ നിർബന്ധിതരാകത്തുമില്ല, അല്ലെങ്കിൽ നമ്മൾ താല്പര്യപ്പെടുത്തില്ല. അപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലെ ഇപ്പോൾ സൗദിയോ ഇറാഖോ ഇതുപോലുള്ള രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുക, അതിനേക്കാൾ കുറച്ച് വില തരാൻ താല്പര്യമുള്ള രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുകയും നമ്മൾ അവരിൽ നിന്ന് തീർച്ചയായിട്ടും വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഡിമാൻഡ്
വളരെ അധികം ഇല്ലാഞ്ഞിട്ടും സപ്ലൈ ഇപ്പം വളരെ കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഒത്തിരി രാജ്യങ്ങൾ എണ്ണ തീർച്ചയായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും എണ്ണയുടെ വില കുറയുന്നില്ല എന്നുള്ളത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനും നമ്മുടെ ഇന്ത്യൻ സർക്കാരിനും അതിന് നേതൃത്വം കൊടുക്കുന്ന മോദിക്കുമൊക്കെ തന്നെ വലിയൊരു വെല്ലുവിളിയും തലവേദനയായി മാറും. കാരണം എണ്ണ വില 80 അല്ലെങ്കിൽ 80 മേളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ, കാരണം അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂട അവർക്ക് ഒപ്പം നിൽക്കുന്ന പാശ്ചാത്യ ശക്തികളൊക്കെ തന്നെ അവരെ സംബന്ധിച്ച് ഇത് അവരുടെ ഇംഗിതമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ഇതിനെയൊക്കെ മാറ്റി മറിക്കുവാൻ അവർക്ക് കഴിയും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യയെപ്പോലെ രാജ്യത്തിന് പണി തരണമെങ്കിൽ എന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഈ വൻതോതിൽ എണ്ണ മേടിക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് പണി തരാൻ എണ്ണയുടെ വില ആർട്ടിഫിഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 68 65 നിന്ന് 70ലേക്കും 70 75 80ലേക്കൊക്കെ ഡോളറിലേക്കൊക്കെ എണ്ണയുടെ വില പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മളെ സംബന്ധിച്ച് അവർ നമ്മളുടെ മേൽ നടത്തുന്നൊരു സാമ്പത്തിക യുദ്ധം, ഇക്കണോമിക് വാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവർ പല രീതിയിലാണ് അവർ യുദ്ധം ചെയ്യുന്നത് ഒരു രാജ്യത്തിനെതിരെ. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനെതിരെ അവർ യുദ്ധം ചെയ്യുന്നത് ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള യുദ്ധം അവരഴി അവർ നമുക്കെതിരെ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എനർജി എന്ന് പറയുന്നത്, ക്രൂഡ് ഓയിലും ഗ്യാസും ഒക്കെ തന്നെ. കാരണം ഒരു രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എനർജി. അപ്പോൾ അത് എത്രയും കൂടുതൽ എത്രയും കുറഞ്ഞ വിലയ്ക്ക് ആ രാജ്യത്തിന് വെളിയിൽ നിന്ന് ലഭിക്കുമോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ, തീർച്ചയായിട്ടും ആ രാജ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ 80% മുകളിൽ നമ്മൾ എനർജി റിക്വയർമെൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യായതുകൊണ്ട് വൻതോതിൽ എണ്ണയുടെ വില കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വില കൊടുത്ത് മാത്രമേ നമുക്കിതിനെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നൊരു സാഹചര്യം ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ താല്പര്യവും അവർ ഉണ്ടാക്കിയെടുക്കുന്ന നയങ്ങളിൽ കൂടെ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയും പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. അടുത്ത വിഷയം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.